ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മൾ സീതാർകുണ്ടിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. സീതാർകുണ്ട് വാട്ടർഫാൾ കാണാൻ. ഇപ്പൊ മഴയൊക്കെ പെയ്ത് സെറ്റായി നിൽക്കണ്ട കൊല്ലംകോട് മൊത്തത്തില് കണ്ടാ. നല്ല പണിഞ്ഞ നെൽപ്പാടങ്ങൾ സെറ്റായി നിൽക്കേണ്ടത്. ആ കാണുന്ന മലയാണ് സീതാർകുണ്ട് അല്ലേ? അവിടേക്കാണ് നമ്മളിപ്പോ പോവാൻ നിൽക്കണേ ഗൈസ്. അപ്പൊ നമുക്കിനി ബാക്കി യാത്രകളത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെ സെറ്റായിട്ടുണ്ട്. മഴയൊക്കെ പെയ്ത് ഇന്ന് ഇത്തിരി മഴയ്ക്ക് കുറവുണ്ട്. ഇന്ന് നല്ല തിരക്കുണ്ട്. കാരണം ഞായറാഴ്ചയാണ്, തിരക്കുണ്ട്. കുറെ തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് കുറെ ടൂറിസ്റ്റ് ഒക്കെ വന്നിരിക്കുന്നത്. കണ്ടോ ഗൈസ്, കണ്ടോ ഇതാ കാണുന്ന മലയാണ് സീതാർകുണ്ട്. താഴെയാണ് സീതാർകുണ്ട് അല്ലേ? നമ്മൾ അവിടേക്കാ പോണത്. പണ്ടൊക്കെ അവിടെ പോകണമെങ്കിൽ പൈസ ഒന്നും വേണ്ട. ഇപ്പൊ ടിക്കറ്റ് ഒക്കെ വന്ന് ടൂറിസ്റ്റ് ആള് കൂടിയില്ലേ? വിഷ്ണു കുളിച്ചിട്ടുണ്ട്. നമ്മളിതാ ഇന്ന് സ്കൂട്ടി എടുത്തിട്ടാ വന്നിരിക്കുന്നത്. ബിക്കോസ് കാറൊക്കെ എടുത്ത് അതിൽ കൂടെ പോകാൻ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആണ് അല്ലെ വിഷ്ണു? സീതാർകുണ്ടിനെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? നല്ല കാണാൻ പറ്റിയ സ്ഥലമാണ്, കണ്ടോളി. ഞങ്ങൾ പണ്ടൊക്കെ ഇവിടെ വന്ന് കുളിക്കാൻ വരിക അല്ലേ വിഷ്ണു? വിഷ്ണു വീട്ടിൽ വെള്ളം കഴിഞ്ഞോണ്ട് നമ്മ ഇവിടെ വന്ന് കുളിച്ചറിയോ? അതന്നെ, ടാങ്കിന് വെള്ളം കഴിഞ്ഞ വിഷ്ണു ഇവിടെയാ വന്ന് കുളിക്കുക. ഇതാണ് ഇപ്പൊ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ആയി തന്നെ ഉള്ളൂ. നമ്മളിപ്പോ നെക്സ്റ്റ് സ്ഥലത്തെത്തി. താമരപ്പാടം അല്ലേ? ഇതിന്റെ പേരാണ് താമരപ്പാടം. കാണിച്ചു തരാം. ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെ ആണ്. അവിടെ എത്തി കാണിച്ചു തരാം. വാ ഗൈസ്, ദാ കാണുന്നതാണ് താമരപ്പാടം. ഇവിടെ മൊത്തം ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെ ആണ്. ഇവിടേക്ക് ഇപ്പൊ ടൂറിസ്റ്റ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്താലേ അകത്ത് കയറ്റുള്ളൂ. നമ്മൾ പണ്ടൊക്കെ ഇവിടെ വെറുതെ നടന്നിട്ട് പോയതാണ്. കളിച്ചുള്ള സ്ഥലമാണ്, പറഞ്ഞു കൊടുക്കാം. അത് ശരിയാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് പോകണില്ല. ടിക്കറ്റ് എടുത്തിട്ടൊരു കാണണ്ടല്ലോ അതൊക്കെ. ഗായ്സ്, ദാ ഈ കാണുന്നതാണ് താമരപ്പാടം. എന്താ കണ്ടില്ലേ? ഇവിടെയൊക്കെ ടൂറിസ്റ്റ് ഓരോരുത്തരൊക്കെ ആയി വന്ന് ഇങ്ങനെ ഇരിക്കുക. അപ്പുറത്തോടെ കയറണം കേട്ടാ. അപ്പുറത്തോടെ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അപ്പുറത്തോടെ കയറണമെങ്കിൽ ഇങ്ങനെ കണ്ടിട്ട് പോവാം. ഇവിടേക്ക് നിന്ന് ഫോട്ടോ എടുക്കണം. നമുക്ക് പിന്നെ ഫോട്ടോ ഒന്നും എടുക്കാത്തതുകൊണ്ട് ഇങ്ങനെ വന്ന് കണ്ടിട്ട് പോവാം. എന്താ കണ്ട അവിടെ കുട്ടിലേക്ക് ഓരോരുത്തർ ഇരിക്കണേ. ഇതൊക്കെ ഫസ്റ്റ് ഫ്രീ ആയിരുന്നു. ഇപ്പോഴാണ് ടിക്കറ്റ് ഒക്കെ ആയത്. ഫസ്റ്റ് ഒക്കെ ആർക്ക് വേണമെങ്കിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക. ഇപ്പൊ ടൂറിസ്റ്റ് ഒരുപാട് വരുന്നത് കണ്ടപ്പോൾ അവർ അതിനൊരു ബിസിനസ് ആക്കി. നമുക്കിനി എന്തായാലും നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം അല്ലേ വിഷ്ണു? പോവാം. അവിടേക്ക് നമ്മൾ പോകണം. നമ്മുടെ വെള്ളച്ചാട്ടം ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മളിവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് ഇനി നടക്കാട്ടോ. ഇനി നടക്കാനേ പറ്റുള്ളൂ എന്തായാലും. വഴി അറിയണ വിഷ്ണു എന്നെ വഴി തെറ്റിച്ചു. നടക്കാം ഗൈസ്. നമ്മളപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടെ ടോക്കൺ എടുത്തിട്ട് വേണം പോവാൻ. ടിക്കറ്റ് നമ്മൾ കയ്യിൽ നിന്ന് നമ്മുടെ സീതാർകുണ്ട് വന്നിട്ട് ഇവിടം വരെ വന്നിട്ട് വെറുതെ പോയതാണ്. ഫാമിലി ആയിട്ട് വന്നപ്പോൾ. ഇപ്രാവശ്യം എന്തായാലും കയറാം. കമോൺ വിഷ്ണു, എന്താ തിരക്ക് അല്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോവാൻ. ഓക്കെ, നോക്കാം. നല്ല തിരക്കുണ്ട്. സ്കാനർ ഗൈസ്, നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തു. ഇനി അകത്ത് കയറുക. എന്നിട്ട് അകത്തല്ല, പുറത്ത്. കമോൺ വാടാ വിഷ്ണു, വാ ഗൈസ്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇനി കയറുന്നുണ്ട്. ഇവിടെ കുറേ തിരക്കുണ്ട്. കണ്ട ബാക്ക് കണ്ട ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കാണ്. ടൂറിസ്റ്റ് ആയപ്പോൾ നമുക്ക് എന്തായാലും മേളിലെത്തിയിട്ട് കാണാം. സെറ്റ് ഇവിടെ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം. ഇവിടെ ടിക്കറ്റ് ഒക്കെ എടുക്കണം. അങ്ങനെ കൈ നമ്മളൊക്കെ വന്ന് ഫ്രീ ആയി വന്ന് കുളിച്ചിട്ടടക്കം പോയി വിഷ്ണു അല്ലേ? കൊല്ലംകോടിന്റെ മാറ്റങ്ങൾ ഇതില്ലേ, ഇന്ത്യയിലെ നമ്പർ 1 എന്തോ ആയില്ലേ, ബ്യൂട്ടിഫുൾ പ്ലേസ് അങ്ങനെ എന്തോ. അപ്പോൾ തൊട്ട് ടിക്കറ്റും ഇവിടെയൊക്കെ ഭയങ്കര ഡെവലപ്മെന്റ് ആയി ഗായ്സ്. നമ്മൾ എത്താറായി. സീതാർകുണ്ടെത്താറായി. അതൊക്കെയാണ് തോന്നുന്നത്. ഇവിടെ വന്നിട്ടാണ് വിഷ്ണു കുളിച്ചത് അന്ന്. അത് നമ്മുടെ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു, നമ്മുടെ യൂട്യൂബിൽ ഇട്ടുണ്ട്. പണ്ടല്ല, കുറച്ച് മുന്നേ. ഇനി ഇതാ ഈ വഴി കൂടെ ഒക്കെ കയറി എന്താ ഇതിൽ കൂടെ ഇറങ്ങി എവിടെ എത്തും. ഇനി നമുക്ക് മേളിൽ പോകാല്ലേ? ഇതിൽ കൂടെ ഇറങ്ങി നോക്കാം ഒന്ന്. വാ, നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ കുളിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഈ മലയൊക്കെ ചാടി വന്ന് ഇവിടെ ഒരു സ്ഥലം എത്തി. ഇതെവിടെയൊക്കെ എല്ലാവരും കുളിക്കുകയാണ്. അവിടെ എത്തിക്കണം, കാണിച്ചു തരാം. ഇതാ ഈ വെള്ളച്ചാട്ടം. ഇത് മേളിൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന വെള്ളച്ചാട്ടം. ഇതാണ് സീതാർകുണ്ട് കേട്ടോ. ഇത് വിഷ്ണു, ഇതല്ല സീതാർകുണ്ട്? ഇതാണ് സീതാർകുണ്ട് പറയുന്ന സ്ഥലം. ഇവിടെ ഇപ്പോൾ ഈ വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, ആരും അങ്ങോട്ട് പോവാണ്ടിരിക്കാൻ. ഒരു ഗാർഡനിൽ നിർത്തിയിട്ടുണ്ട്. നമ്മൾ വരുന്ന സമയത്ത് ഇവരാരും ഉണ്ടായിരുന്നില്ല. എന്താ ഗാർഡൻ ഇപ്പം നിർത്തിയിട്ടുണ്ട് പറഞ്ഞത്. ഇവിടെ കണ്ട എല്ലാവരും കുളി. ഇവിടെ നിന്ന് നമുക്ക് ഇനിയും മേളിലോട്ട് കയറാം. അവിടെ കുളിക്കുന്ന സ്ഥലം. അയ്യേ പറ്റില്ല കേട്ടോ വിഷ്ണു. അവിടെ ഗേറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ കയറി വന്നത് ഇപ്പോൾ ഇവിടേക്ക് തന്നെ. വലുതായിട്ടൊന്നും ഇല്ല കാണാൻ, അടുത്തൊന്നും കാണാൻ പറ്റില്ല. അതാ വെള്ളച്ചാട്ടം.
ഇനി നമുക്ക് ഇവിടെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കൂടെ പോയി നോക്കാം. ഇവിടെ ഒന്ന് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഇതല്ലേ ഉള്ളോ. ഇങ്ങനത്തെ ചാട്ടമാണ് ഇവിടെ. വെള്ളം ഈ വെള്ളം ചാടി 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 പോയിട്ട് അവിടെയാണ് അവർ കുളിക്കുന്നത്. കുളിക്കാൻ വേണ്ടി കുറെ പേര് മരിച്ചിട്ടുണ്ടോ? കുറെ പേര് ഇങ്ങനെ പെട്ട് മരിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഈ ഇതൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത്. വെയിൽ ഫസ്റ്റ് ഒക്കെ സാധാ എവിടേക്ക് വേണമെങ്കിൽ പോവാ. ഇപ്പൊ ഇതൊക്കെ കെട്ടി വെച്ചു. നമ്മളങ്ങനെ വന്നിപ്പോ നെക്സ്റ്റ് ഒരു വാട്ടർഫാൾസ് കാണുന്ന സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. കാണിച്ചു തരാം. Come on, Vishnu. Oh. Look at this guys. തിരക്കായി കുറേ പേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഗാർഡ് ഉണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, സേഫ്റ്റി ഉണ്ട്. ഇയാളൊക്കെ എങ്ങനെ അവിടെ എത്തിയോണ്ടോ അവിടെ പോയി നിൽക്കണം? കുളിച്ചിട്ട് നടക്കുന്നതാണ്. ഇതിലും കുളിക്കാല്ലേ. ഇതാണ് സീതാർകുണ്ട്, അത് അപ്പുറത്തെയാ ഇതായ ഇപ്പൊ ഇതായിട്ടാ ഓരോക്കെ മാറ്റി മാറ്റി പറയുന്നുണ്ട്. സ്ഥലം ഇതാണ്. എന്തൊരു കുണ്ടല്ല സീതാർകുണ്ട്. ഇതന്നെ കേട്ടാ ഗൈസ്. നമ്മൾ കയറി വന്നപ്പോ ഒരു മലന്റെ സൈഡ് എത്തിയിട്ടുണ്ട്. കാണിച്ചു തരാം വെള്ളച്ചാട്ടം കാണിച്ചു തരാം. പക്ഷെ ഇവിടെ നല്ലോണം വീഡിയോ എടുക്കാൻ കിട്ടുന്നില്ല. വെള്ളം അപ്പുറത്തെ ചാടണം. വാ ഗായ്സ്, നമ്മളിതാ താഴെ എത്തി. ഇതാണ് സീതാർകുണ്ട്. ആ മേളിൽ നിന്ന് വന്നാൽ നമ്മുടെ നേരത്തെ കണ്ട വെള്ളച്ചാട്ടം വന്നിട്ട് അവിടെയാണ് എത്തുക. ഗായ്സ്, നമ്മളപ്പോ ഇവിടുന്ന് കണ്ടു. ഇവിടെയൊക്കെ തിരക്കായി തുടങ്ങി. ഞങ്ങൾ മെല്ലെ കയറി. ഇനി അപ്പുറത്തൊക്കെ എന്തൊക്കെയാ ഉള്ളതെന്നൊക്കെ നോക്കിയിട്ട്. അയ്യോ തിരക്ക്. നമ്മൾ അവിടുന്ന് താഴ്ന്ന മേലിൽ കയറി വന്നു. ഇനിയൊന്നുമില്ല, അതന്നെ കഴിഞ്ഞു. ഇതാണ് എൻ്റെ കഴിഞ്ഞു. ഇതോടെ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ പോവാം. പോണ വഴിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോവാം. ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയ്ക്ക് ആദ്യം പോകണം, കാരണം വിശക്കുണ്ട്. ഇവിടെ വേറൊരു വഴി കണ്ടപ്പോൾ ഞങ്ങൾ ഇതിൽ കൂടെ വന്നു. ഇവിടെ കാട് എന്താ ഇതിന്റെ മുകളിലാ. നമ്മളപ്പോ ഒരു മലന്റെ മേലെ കയറി നിൽക്കുന്നുണ്ട്. ഇവിടെ നോക്കി എല്ലാം കാണാം. ഇതാ കണ്ട ആൾക്കാരൊക്കെ താഴെക്കൂടെ നടക്കുന്നത് കാണാം. പിന്നെ കണ്ടാ എല്ലാവരും കൂടെ സൗണ്ട് ഉണ്ടാക്കുകയാണ് ഇങ്ങനെ ഭ്രാന്തമാനെ പോലെ. ഇവിടെ മൊത്തം തമിഴന്മാരാണ് മെയിനായിട്ട് വരുന്നത് കൂടുതലും. നമ്മുടെ ബോർഡർ അല്ലേ കൊല്ലങ്കോട് പറയുമ്പോൾ. അപ്പോൾ അവിടുന്ന് കൂടുതൽ തമിഴന്മാരാണ് ടൂറിസ്റ്റായിട്ട് ഇടയ്ക്ക് വരുന്നത്. ആൾക്കാരൊക്കെ നടന്നു പോകണ്ടിട്ട് താഴെ കൂടെ കയറി വരുന്നതുകൊണ്ട് ഇറങ്ങി പോകുന്നുണ്ട്. നമുക്കും പോവാം. കമോൺ പോവാം ഗൈസ്. അപ്പം നമ്മൾ ഇവിടുത്തെ എല്ലാം കണ്ടു കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ പിന്നെ നമുക്ക് നേരെ താഴേക്ക് പോവാം. ഇതല്ലേ അപ്പുറത്തല്ലേ ഗൈസ്. നമുക്കിനി താഴേക്ക് പോവാം. ഇവിടെ ഇനി പ്രത്യേകിച്ചൊന്നും കാണാനില്ല. വെള്ളച്ചാട്ടം നേരെ ഒന്നും കാണാനും പറ്റണില്ല. ഇതൊക്കെ കെട്ടി വെച്ചിട്ടേ വാ നമുക്കിനി പോണ വഴിക്ക് ഓരോ സ്ഥലങ്ങളുണ്ട്, അതൊക്കെ കണ്ടിട്ട് പോവാം. ഗൈസ്, നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങി ഇനി പോണ വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാം. എന്തായാലും ഇവിടെ വരുന്ന വഴിയും പോണ വഴിയൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് തന്നെ. എല്ലാം കാണിച്ചു തരാം ഇന്നത്തോടെ. ഗൈസ്, അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. വന്ന വഴി തന്നെയാണ് ഇത്. താമരപ്പാടം എത്തി. ഈ വഴി നേരെ പോയിട്ട് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയ്ക്ക് അവിടെ പോയി ചായ കുടിച്ചിട്ട് പോവാം. ഗൈസ്, നമ്മളങ്ങനെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അവിടെ തന്നെ നല്ല തിരക്കുണ്ട്. ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. ഗൈസ്, നമ്മൾ ചെല്ലഞ്ചേട്ടൻ ചായക്കടൻ്റെ അകത്തിരുന്നു. ഇനി ഓർഡർ കൊടുക്കുക ഇരിക്കുക. ചെറിയ കട ഇതാണ്ട, ചെറിയ കട. ഇതാണ് ചെല്ലഞ്ചേട്ടൻ തോട്ടം. തന്നെടാ ചെല്ലഞ്ചേട്ടൻ. ഗൈസ്, നമ്മൾ ചായ ഓർഡർ ചെയ്തത് അവിടെ ഉഴുന്നുവടയും കഴിച്ച് ഇരിക്കാനാണ് പ്ലാൻ. നല്ല തിരക്കുണ്ട് കേട്ടോ, അതുകൊണ്ട് കുറച്ച് മെല്ലെയൊക്കെ തന്നെ കിട്ടുമോ. ഗൈസ്, ചായ എത്തി. ഗൈസ്, ഈ ചായ വെക്കണ ഗ്യാസ് കണ്ടില്ലേ? പണ്ടത്തെ ഗ്യാസ് കുറ്റി. ഇത് ഗ്യാസ് അല്ല, ഇതിനുള്ളിൽ മണ്ണെണ്ണയല്ലേ? മണ്ണെണ്ണ MDs അല്ല, അങ്ങനെ എന്തോ ആണ് ഇതിനുള്ളിൽ. അല്ലാണ്ട് ഗ്യാസ് അല്ല. ഗൈസ്, ചെല്ലഞ്ചേട്ടൻ്റെ കട ചെറിയ കട അല്ലേ? ഇത് ചെറിയൊരു കട. ഗൈസ്, നമ്മൾ ചായ കുടിച്ചിറങ്ങി. ഭാഗ്യം കേട്ടോ, നമ്മൾ കറക്റ്റ് ടൈമിങ്ങിന് എത്തിയത്. ബിക്കോസ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ പാല് കഴിഞ്ഞു.
നമുക്ക് കിട്ടിയത് വലിയ കാര്യം. പാല് കഴിഞ്ഞ് പറഞ്ഞു. ഗായ്സ് നമ്മൾ ചെല്ലൻചാട്ടന്റെ ചായക്കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു വെള്ളേരിമേട് വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. ഇഷ്ടമുള്ളത് കൊണ്ട് പിന്നെ ഗൂഗിൾ മാപ്പിന്റെ ആവശ്യമില്ല കേട്ടാ, ചെക്കന് ഫുള്ള് വഴിയാണ്. അതുകൊണ്ട് നമ്മൾ നേരെ പോവുകയാണ് ഗായ്സ്. ഇവിടുന്ന് കുറച്ച് ദൂരം തന്നെ ഉള്ളൂ. അതും കണ്ടിട്ട് അവിടെയാണ് കുറച്ചും കൂടെ കാണാൻ പറ്റുക സീതാർകുണ്ടിനെക്കാളും. അതെ, സീതാർകുണ്ടാണെങ്കിൽ ഇപ്പൊ മൊത്തം ആ മറ്റേ സംഭവങ്ങളൊക്കെ കെട്ടിവെച്ചിട്ട് നമ്മളെ അകത്ത് കയറ്റി വിടുന്നില്ല. അങ്ങനെ സീനായിട്ട് ഇരിക്കുകയാണ്. ഇതാവുമ്പോൾ കൂളായിട്ട് നമുക്ക് പോവാ, കണ്ടിട്ട് വരാം. ഗായ്സ്, അപ്പൊ നമ്മള് വെള്ളേരിമേട് പോണ വഴിയിൽ ഒരു സെറ്റ് സ്പോട്ട് കണ്ടു, കാണിച്ചു തരാം. സെറ്റ് ആയിട്ടില്ലേ വീടൊക്കെ? ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ എടുക്കില്ലേ വിഷ്ണു? ഇവിടെ കുറെ സിനിമകളൊക്കെ ഷൂട്ടിംഗ് ചെയ്യുന്നുണ്ട്. ഏത്? ഇതാ അതാ? ഇതാണ് നെല്ലിയാമ്പതി. ഇതോ? നെല്ലിയാമ്പതി തന്നെ. ഇത് സെറ്റ് ആയിട്ടില്ലേ വീട്? ഗായ്സ്, അങ്ങനെ നമ്മൾ വെള്ളേരിമേട് വാട്ടർഫാൾ എത്താറായി. മലയൊക്കെ അടുത്തടുത്ത് കാണാൻ തുടങ്ങി കഴിഞ്ഞു. അടുത്തായിട്ടാ നമ്മൾ എത്തുന്നുണ്ട്. ഇവിടെയൊക്കെ കുറേ പുലിയും ആനയൊക്കെ ഇറങ്ങും. പുലി ഇറങ്ങും, ആന മറ്റു കാര്യങ്ങളൊക്കെ വരും. ന്യൂസിലൊക്കെ കാണും പുലി ഇറങ്ങി ആന ഇറങ്ങി കണ്ടിട്ട്. ഇവിടെ പിന്നെ സീതാർകുണ്ട് പോലെ അത്ര ടൂറിസ്റ്റുകളും ഇല്ല, പിന്നെ ടിക്കറ്റ് ഒന്നുമില്ല, പിന്നെ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ പോവാം. പക്ഷേ എവിടേക്ക് വേണമെങ്കിൽ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ മേർന്ന് താഴെ വീണി ചത്തുപോകും. അതുകൊണ്ട് നോക്കി കണ്ടിട്ടൊക്കെ പോകണം. നമുക്ക് എന്തായാലും മേളിക്കൊന്നും പോകില്ല, നമ്മൾ താഴെയാണ് നിൽക്കുള്ളൂ. ഇവിടുന്ന് കുറേ പേര് മരിച്ചിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ വെള്ളേരിമേട് എത്തിയിരിക്കുകയാണ് ഗൈസ്. നല്ല കാറ്റുണ്ട് ഗൈസ്. കണ്ടില്ലേ ടൂറിസ്റ്റിൻ്റെ തിരക്ക്? മൊത്തം തിരക്കായി ഗൈസ്. ഒരു കാര്യം കാണിച്ചുതരാ. നമ്മളെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ വെള്ളച്ചാട്ടം കണ്ട? വെള്ളച്ചാട്ടത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ട? അതാ അവിടെ 2-3 ചെക്കന്മാർ നിൽക്കുന്നുണ്ടാ, കറുപ്പ് കളർ ഡ്രസ് ഇട്ടിട്ട്. എത്ര കാണുണ്ടെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് കണ്ണോട്ട് നോക്കുമ്പോൾ കാണില്ല, പക്ഷെ ഇതിൽ നോക്കുമ്പോൾ കണ്ട്. അവിടെ പിള്ളേർ കുളിക്കുകയാണ്. കണ്ട അതാ. എന്താലേ ഇവിടെയൊക്കെ പോയി ഇങ്ങനെയൊക്കെ നിൽക്കുന്നതാണ് ഡേഞ്ചർ ഇട്ടാ. നോക്ക് ഗൈസ്, നമ്മളിപ്പോൾ ഈ വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. വെള്ളേരിമേട് ഇതിൽ കൂടെ നടന്ന് പോയാൽ അവിടെ കാണാം വെള്ളച്ചാട്ടം താഴെ. ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇവിടെ സീതാർകുണ്ടിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ. പിന്നെ ഈ വഴിയിൽ ആന, കടുവ ഇതൊക്കെ ഇറങ്ങും, പന്നി, ഈ സകല സംഭവങ്ങളും ഇവിടെ ഉണ്ട്. വേണ്ട ചെറിയ അരുവി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഇറങ്ങും. കുറേ ന്യൂസൊക്കെ കണ്ടിട്ടുണ്ട്. അതിനാണ് ഫെൻസിങ് വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ? നമുക്ക് ഈ വഴി കൂടെ അങ്ങനെ പോയാൽ മതി ഗൈസ്. നമുക്കിനി ഇതാ ഈ വഴിയാണ് പോകേണ്ടത്. ഈ പുല്ല് അരുവി ചാടി കിടക്കുക. യെസ് എന്താ ഈ വഴി ഇങ്ങനെ പോയാൽ നമ്മുടെ വെള്ളച്ചാട്ടം എത്തുന്നതായിരിക്കും ഗായ്സ്. സെറ്റിട്ടാ വഴിയൊക്കെ ഗായ്സ്. പോണ വഴി കണ്ടില്ലേ? ഇതാ ഈ വഴി കൂടിയാണ് നമ്മൾ പോണ്. സെറ്റ്. ഒരു കാർ അമ്മേ, നല്ല പാറക്കല്ലിൻ്റെ മേലെ കൂടെ നമ്മൾ ഈ വഴിയാണ് നടക്കണേ. കണ്ടാ, ഇതൊക്കെ കറണ്ട് കമ്മിയാണ് കേട്ടോ. അതൊക്കെ തൊട്ടാ ഷോക്കാണ്, ആന വരും. എവിടാ വഴി ഗായ്സ്? നമ്മൾ പോണ വഴി കണ്ടില്ലല്ലോ വെള്ളച്ചാട്ടം കാണാൻ. നല്ല അഡ്വഞ്ചർ എന്ന് പറഞ്ഞ വഴി കൂടെ പോണത്. കണ്ട പാറ, കാട്, ഇനി ഒരു ആനയും പുലിയും കൂടെ വന്നാ കറക്റ്റായി. അയ്യോ, എല്ലാരും ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. പാട്ടൊക്കെ വെച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ് കുറേ ആൾക്കാരൊക്കെ. ഗായ്സ്, നമ്മൾ എവിടെ എത്തുന്നുണ്ട്? എന്താ അമ്മേ, ചൂടിട്ട് വന്നത് നന്നായിട്ടാ. അല്ലെങ്കിൽ ചെരുപ്പിട്ടതാണെങ്കിൽ ഗ്രിപ്പും കിട്ടില്ല, മുണ്ടാണ് നിൽക്കേണ്ടി വരും. ഇനി നമുക്ക് ഈ വഴി അപ്പുറം കിടക്കണം. അപ്പുറം ഗായ്സ് നമ്മൾ വന്ന് എവിടെയൊക്കെയോ കയറി വന്നിട്ടുണ്ട്. ഒരു കാട് വഴി ഇതിൽ കൂടെ പോയാലാണ് വെള്ളച്ചാട്ടം കാണുകയെന്നാണ് പറയണത്. എന്തെങ്കിലും ആളൊക്കെ വരുന്നുണ്ട്, കുറേ പേരൊക്കെ വരുന്നുണ്ട്, ലേഡീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് എത്താവുന്നതേ ഉള്ളൂ. ഒക്കെ എന്തായാലും പോവാം ഗായ്സ്. ഞങ്ങൾ 2 പേരും ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് പെട്ടിട്ടൊന്നുമില്ല. അതന്നെ വഴി പോവാം. നടന്നു പോയ പാടൊക്കെ ഉണ്ട്. ആന നടന്ന പാടോ എന്തോ. ഇനി അമ്മേ, ഇവിടുന്ന് ഒരു മനുഷ്യനെയും കാണാനില്ല. ഇവനാണെങ്കിൽ വേം നടന്നാൽ കഥയ്ക്കും. ആന വന്നാൽ പെട്ടെന്ന് ഓടാനും കൂടി പറ്റില്ല കേട്ടോ വിഷ്ണു. എനിക്ക് ഗായ്സ്, നമ്മൾ വന്ന്
ഒരു സ്ഥലം എത്തി. ഇവിടെ നിന്നൊക്കെ നോക്ക്, കാടാണ്. പക്ഷെ നമ്മുടെ കുറെ പേരുണ്ട് കേട്ടാ. എനിക്ക് ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് പോകാൻ പേടി. ഞാൻ ഇല്ല, അപ്പോ അവരൊക്കെ വരട്ടെ എന്നിട്ട് പോവാം. അവർ വന്നിട്ട് ഒപ്പം പോവാ, അല്ലെങ്കിൽ ശരിയാവില്ല. ഇവിടെ കണ്ട ഈ വഴി കൂടെ ഒക്കെ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. പക്ഷെ സീനൊന്നും ഇല്ല കേട്ടോ, അവിടെ നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. റൈറ്റ് എടുത്താൽ താഴത്തെ വെള്ളച്ചാട്ടം. അത് കഴിഞ്ഞ് അവിടെ കുറെ ദൂരം ഉണ്ടാ? ഇല്ല, ഈ ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിന് അത്ര ദൂരമില്ല, മേലത്തെ കുറച്ച് ദൂരം. ശരി, ഓക്കെ, താങ്ക് യു. ഗായ്സ്, നമ്മളിതാ ഒരു താഴത്തെ ചെറിയ വെള്ളച്ചാട്ടത്തിലെത്തിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതാ അപ്പുറത്തൂടെയാണ് പറഞ്ഞില്ല അവൻ. നമ്മുടെ വഴി കണ്ടില്ലേ? ഇതാ ടിക്കറ്റ് ഇട്. ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഗൈസ്, നമ്മൾ വെള്ളച്ചാട്ടം എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാ അയ്യാ തെറ്റ്. ഗൈസ്, നമ്മൾ അങ്ങനെ താഴേക്ക് ഇറങ്ങിട്ടോ വെള്ളച്ചാട്ടത്തേക്ക് കൊടുക്കാം. അതായത് വന്നത് മുതലായി. ഗൈസ്, നമുക്കിതാ വഴി കാണിച്ചു തന്നത് വരാൻട്ടാ. അവരാണ് നമുക്ക് അവിടേക്ക് വഴി കാണിച്ചു തന്നത്. കാണിച്ചത് അവിടെ എത്തിച്ചു. ഗായ്സ്, നമ്മൾ വരുമ്പോൾ അവിടെ നിന്ന് ദൂരം ഒരു മല കണ്ടില്ലേ? ആ മലൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കണത്. കണ്ടാ ലക്ഷ്ണോ? ഗായ്സ്, ഇത് സത്യം പറഞ്ഞാൽ എന്താ പറയുക ചെയ്യേണ്ടത്? ഈ വഴി ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പക്ഷെ ഇവിടെ നിന്ന് മെയിനായിട്ട് ആൾക്കാരിനൊക്കെ മേലെ പോയിട്ട് സൂസൈഡ് മരിക്കുന്നതും അങ്ങനെ കാര്യങ്ങളൊക്കെ. അതെന്താ അറിയോ? അതുകൊണ്ട് നമ്മൾ വലിയ റിസ്ക് എടുക്കാൻ നിന്നില്ല. നമ്മൾ താഴെ തന്നെ പോയി കണ്ടിട്ട് വന്നുള്ളൂ. അതിൻ്റെയൊക്കെ മേളിൽ പോകുന്നവരൊക്കെയാണ് താഴെ വീണ് മരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിൻ്റെ മേലേക്കൊന്നും പോകാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. എന്നിട്ട് ഇവിടെ ശരിക്കും എന്ത് ചെയ്യണം അറിയോ? ഇവിടെ ചുറ്റും ഇങ്ങനെ കറക്റ്റ് ആ വെള്ളച്ചാട്ടത്തേക്ക് പോകണത് വരെ ഒരു വഴി വെക്കുക. വഴി പറഞ്ഞാൽ ഇങ്ങനത്തെ തന്നെ വഴിയൊക്കെ മതി, ഇങ്ങനെ തന്നെ മതി. എന്നിട്ട് ചുറ്റും ഇപ്പുറം ഇപ്പുറം വല്ല കമ്പിയോ ഇങ്ങനെ വഴി പോലെ ഇങ്ങനെ പോകാൻ വെക്കുക. അതാകുമ്പോൾ വഴിയൊന്നും തെറ്റില്ല, കറക്റ്റ് മേലെ തന്നെ എത്തും. പിന്നെ അവിടെ അടച്ചിട്ട് അവിടെ ഒരു ഗാർഡിനെ നിർത്തുക. ഗാർഡിനെ നിർത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല, അവിടെ എല്ലാം വെച്ച് അടച്ച് വെക്കുക. അപ്പോൾ ആൾക്കാർ അവിടെ പോയിട്ട് വെള്ളച്ചാട്ടം കണ്ട പോലെയും ആയി. റിസ്ക്കും ഇല്ല. റിസ്ക് ഉണ്ട് ഇതിൽ കൂടെ കയറി ഇറങ്ങാൻ, അല്ലാണ്ട് വലിയ ഡെത്തൊന്നും സംഭവിക്കില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായിരിക്കാം. ഇതാണെങ്കിൽ ആൾക്കാർക്ക് ഏതാ വഴിയെന്ന് അറിയേണ്ടത്. അങ്ങനെയാണ് കാണുന്നത്. നോക്ക്, ഈ കാട് വഴി കൂടെ ഏത് വഴി വേണ്ടിട്ട് പോകാൻ. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി കൂടെ സേഫ്റ്റി ആയിരിക്കും. ഈ തൂങ്ങി കിടക്കുന്നതൊക്കെ വള്ളിയല്ല, എർത്ത് കമ്പിയാണ്. ഇതിലൊക്കെ തൊട്ടാൽ ഷോക്ക് അടിക്കും. ആന വരാണ്ടിരിക്കാനും പുലി വരാണ്ടിരിക്കാനൊക്കെ ആണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇനി ഏത് വഴിയാണ് വിഷ്ണു? ഈ വഴിയാ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് വന്നിട്ട് ഇപ്പോൾ താഴെ ഇറങ്ങുക കേട്ടോ. സെറ്റ് വെള്ളച്ചാട്ടം നല്ല ഇതാണ് കേട്ടോ. അവിടേക്ക് കൊല്ലംകോട് വരാൻ പറ്റിയ ടൈം ഇതാണ്. കാരണം ഇപ്പോഴാണെങ്കിൽ ഒരുപാട് വെള്ളമില്ല എന്നാൽ വെള്ളം എന്താ ഒട്ടും ഇല്ലാത്തതും അല്ല, ഒരു കറക്റ്റ് ഒരു മീഡിയം റേഞ്ചിലുണ്ട്. ഇനി കുറച്ചും കൂടി നല്ലോണം മഴ പെയ്താൽ അങ്ങോട്ട് കയറ്റി വിടുകയും കൂടി ഇല്ല. ഇവിടെയൊക്കെ പോലീസുകാരൊക്കെ ഉണ്ടാവും. ഇതാണ് പറ്റിയത് ഭാഗം. ഇത് കുറച്ച് മഴ പെയ്ത് ഈ സമയത്ത് വന്നാൽ എല്ലാം കാണാം. ഇപ്പം നമ്മൾ മറ്റേ നടക്കണ വഴിയൊക്കെ വെള്ളം വരും. ഈ വഴി കൂടെയൊക്കെ വെള്ളം വരും നല്ലോണം മഴ പെയ്താൽ. ഇപ്പം സീനില്ല. അപ്പോൾ നമ്മൾ ഇനി എന്തായാലും ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് പോട്ടാ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.